ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, വാത്സല്യമുള്ളവരെ, സങ്കീർത്തന മാതിരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തന പഠനത്തിലൂടെ ദൈവദർശനം ഉൾക്കൊള്ളുവാനും ബുദ്ധിയെയും ശക്തിയെയും ആത്മീക ജ്ഞാനത്തെയും പ്രോജ്വലിപ്പിക്കുവാനും നമുക്ക് സാധിക്കുമെന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനെ ധ്യാനാത്മകമായി നമുക്ക് സമീപിക്കാം. ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിൻ്റെ തന്നെ 19-ാം എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്നെ കൈവിട്ടതെന്തേ എന്ന് തുടങ്ങിയ ആ ദിവ്യ സങ്കീർത്തനം ഒരു വലിയ പാഠമായും ഒരു വലിയ സാക്ഷ്യമായും പ്രവചന പൂർത്തിയായും നമ്മുടെ മുൻപിലുണ്ട്. ഹൃദയംഗമായ ഒരു വെളിച്ചമായി ആ ധ്യാനം നമ്മുടെ കാതിൽ മുഴങ്ങിക്കേൾക്കുന്നുണ്ട്. കൈവിട്ടതെന്തേ എന്ന് ചോദിച്ച ദാവീദ് തുടർഭാഗങ്ങളിൽ ഒരു വലിയ പ്രഭാഷകനായും ഉപദേഷ്ടാവായും ധർമ്മിഷ്ഠനായും ജ്ഞാനനിധിയായും ഒക്കെ പുറപ്പെടുന്നു. ഒരു വലിയ മിഷണറിയായി നമ്മളുടെ മുൻപാകെ വരച്ച് കാണിക്കുന്നു. ആ ദിവ്യ സന്ദേശത്തിൻ്റെ ഒരു പുതിയ ആശയത്തിലേക്ക്, ധ്യാനത്തിലേക്ക് നമുക്കിന്ന് പ്രവേശിക്കാം. 22-ാം സങ്കീർത്തനം 25-26 വാക്യങ്ങൾ ഞാനിന്ന് വായിക്കുകയാണ്. മഹാസഭയിൽ എനിക്ക് പ്രശംസ നിന്നിൽ നിന്ന് വരുന്നു. മഹാസഭയിൽ എനിക്ക് പ്രശംസ നിന്നിൽ നിന്ന് വരുന്നു. അവൻ്റെ ഭക്തന്മാർ കാണെ ഞാൻ എൻ്റെ നേർച്ചകൾ അർപ്പിക്കും. എളിയവർ ഭക്ഷിച്ച് തൃപ്തരാകും. യഹോവയെ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും. നിങ്ങളുടെ ഹൃദയം എന്നേക്കും ജീവിച്ചിരിക്കട്ടെ. എളിയവർ ഭക്ഷിച്ച് തൃപ്തരാകും. യഹോവയെ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും. നിങ്ങളുടെ ഹൃദയം എന്നേക്കും ജീവിച്ചിരിക്കട്ടെ. മഹാസഭയിൽ എനിക്ക് പ്രശംസ നിന്നിൽ നിന്ന് വരുന്നു. പ്രശംസ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും കാണത്തില്ല. ഓരോ രീതിയിലുള്ള പ്രശംസ നാം എല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. കുടുംബത്തിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, ഗുരുനാഥന്മാരിൽ നിന്നും, ആചാര്യശ്രേഷ്ഠയിൽ നിന്ന് ഒക്കെ നമ്മൾ പ്രശംസ ആഗ്രഹിക്കുന്നുണ്ട്. ഇനിയും നല്ല ദാസ, നല്ലവനും വിശ്വസ്തനുമായ ദാസ, നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന പ്രശംസാപൂരിതമായ വാക്കും നീതിയുടെ കിരീടം നിനക്കായി ഉണ്ടെന്നുള്ള ദൈവസ്വരവും കേൾക്കാൻ നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പം നമുക്ക് ഹൃദയംഗമായ ചില ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെയുണ്ട്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, മഹാസഭയിൽ എനിക്ക് പ്രശംസ നിങ്കൽ നിന്ന് വരുന്നു. ദാവീദ് ഒരു മഹാരാജാവായിരുന്നു, അധികാരിയായിരുന്നു, യുദ്ധങ്ങൾ നടത്തിയവനായിരുന്നു. അതോടൊപ്പം തന്നെ ദൈവകൃപയാൽ നിറഞ്ഞവനായിരുന്നു, പ്രവാചകനായിരുന്നു, എഴുത്തുകാരനായിരുന്നു, സംഗീതജ്ഞനായിരുന്നു. അങ്ങനെ പലതരത്തിൽ ജീവിച്ചവനാണ്. ദാവീദിനൊരു കാര്യം മനസ്സിലായി, പ്രശംസ വരുന്നു ദൈവത്തിൽ നിന്ന്. ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു എന്ന് സ്ത്രീകൾ പറഞ്ഞപ്പോൾ ശൗൽ തന്നെ കൊല്ലാൻ വന്നതേ ഉള്ളൂ. കുന്തം കൊണ്ട് കുത്തി കൊല്ലാൻ വന്നതേ ഉള്ളൂ. യഹോവയുടെ പെട്ടകം ചുമന്നുകൊണ്ട് വന്നപ്പോൾ എല്ലാം മറന്ന് അതിൻ്റെ മുൻപിൽ നൃത്തം വെച്ച ദാവീദിനെ കണ്ട് പുകഴ്ത്തുന്നതിന് പകരം തൻ്റെ ഭാര്യയായ മീഖള് നിന്ദിച്ച സംഗതി പോലും ദാവീദിനറിയാമായിരുന്നു. എല്ലാവരാലും പുകഴ്ത്തപ്പെട്ട ദാവീദിനെ സ്വന്തം മകൻ ചതിച്ചതും വഞ്ചിച്ചതും അവൻ മറന്നിട്ടില്ല.
കൂടെയുണ്ടായിരുന്നവൻ രക്തപാതകനെന്നും നീചനെന്നും വിളിച്ചത് അവൻ മറന്നില്ല. പൂഴിവാരി എറിഞ്ഞത് അവൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. തൻ്റെ മകനായ ശലോമോനെ തൻ്റെ പിൻഗാമിയാക്കണമെന്ന് അവൻ ആഗ്രഹിച്ചെങ്കിലും അതിനെതിരായി പ്രവർത്തിച്ച പുരോഹിതനെയും മറ്റും അവൻ മറന്നില്ല. കാരണം ഇവരൊക്കെ ഓരോ സാഹചര്യത്തിൽ ദാവീദിനെ പുകഴ്ത്തിയിട്ടുള്ളവരാ, പ്രശംസിച്ചിട്ടുള്ളവരാ. പക്ഷേ പിന്നീട് പ്രശംസിക്കണ്ട, ന്യായമായി ആഗ്രഹിച്ച കാര്യം പോലും നടത്തിക്കൊടുക്കാൻ അവരിൽ പലരും തയ്യാറായിട്ടില്ല. അങ്ങനെയുള്ളൊരു ചുറ്റുവട്ടത്തിൽ കൂടി കടന്നുപോയവനാണ് പറയുന്നത്, മഹാസഭയിൽ എനിക്ക് പ്രശംസ ദൈവമേ നിങ്കിൽ നിന്ന് വരുന്നു. ദൈവത്തിൻ്റെ പ്രശംസ നമുക്ക് എങ്ങനെ കേൾക്കാം? മനുഷ്യാവതാരം ചെയ്ത തമ്പുരാൻ മാമ്മോദീസായ്ക്കായി തയ്യാറെടുത്തപ്പോൾ, യോർദാൻ നദിയിലേക്ക് സ്നാനത്തിന് വേണ്ടി പോയപ്പോൾ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ. മറുരൂപമലയിൽ വെച്ചും ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ. ഈ സ്വരം ഇങ്ങനെ ആവർത്തിച്ച് കേട്ടു. ആ ഒരു പ്രശംസ എന്ന് പറയുന്നത് വാക്കുകൾക്കപ്പുറമാണ്. പ്രിയമുള്ളവരെ, ലോകത്തിൻ്റെ പ്രശംസ എന്ന് പറയുന്നത് താൽക്കാലികമാണ്. ഇന്ന് പുകഴ്ത്തുന്നവൻ നാളെ നിന്ദിക്കും. ഇന്ന് പുകഴ്ത്തുന്നവൻ നാളെ അറിയത്തില്ലെന്ന് നടിക്കും. നീ സാക്ഷാൽ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞ പത്രോസ് ഒരു നിമിഷം അറിയത്തില്ല എന്ന് കർത്താവിനെ തന്നെ തള്ളിപ്പറഞ്ഞു. മനുഷ്യൻ ബഹുമാനത്തിൽ നിലനിൽക്കയില്ല എന്ന് സങ്കീർത്തനക്കാരൻ തന്നെ പറയുന്നുണ്ട്. അപ്പം ദൈവം പ്രശംസിക്കണം. മഹാസഭ എന്നുള്ളത് കൊണ്ട് ഒരു വലിയ സമൂഹം, ഇഹത്തിലും പരത്തിലുമുള്ള ഒരു സമൂഹം, മഹാസഭയുടെ ഭൗതിക പരിച്ഛേദമുണ്ട്. ഞാനും നിങ്ങളുമൊക്കെ ഇടപെടുന്ന മേഖലകൾ, ചുറ്റുവട്ടങ്ങൾ, ഞാനും നിങ്ങളുമൊക്കെ പ്രവർത്തിക്കുന്ന പ്രവർത്തന പന്താവുകൾ, ഇതൊക്കെ മഹാസഭയുടെ ഒരു ഭാഗമാണ്. നമ്മുടെ ആരാധനാലയങ്ങൾ, നമ്മളുടെ പ്രാർത്ഥനാ സ്ഥലങ്ങൾ, ജോലി സ്ഥലങ്ങൾ, കുടുംബയോഗങ്ങൾ, നമ്മളുടെ കൂട്ടുകാരുമൊത്തുള്ള മേഖലകൾ, ഇതൊക്കെ ഒരു മഹാസഭയാണ്. അതോടൊപ്പം തന്നെ ഇതിന് ബദലായിട്ടുള്ളൊരു മഹാസഭയുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും അധിവസിക്കുന്ന ഒരു മഹാസഭയുണ്ട്. ഒരു വിശുദ്ധിയുടെ ഒരു പൂർണ്ണതയുള്ള സ്ഥലമുണ്ട്. മുത്തിനാൽ നിർമ്മിതമായിരിക്കുന്ന ആ ഒരു മഹാസഭയുണ്ട്. അപ്പോൾ ഇവിടെയാണെങ്കിലും അവിടെയാണെങ്കിലും പ്രശംസ വരുന്നത് ദൈവത്തിൽ നിന്നാണ്. എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്, എന്നെക്കുറിച്ച് ആരൊക്കെ നല്ലത് പറഞ്ഞു, സാമൂഹ്യ മാധ്യമങ്ങളിൽ എന്നെക്കുറിച്ച് ആരൊക്കെ നല്ലത് എഴുതിയിട്ടു, ഞാനൊരു പ്രസംഗം പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ ലൈക്ക് ചെയ്യുന്നു, ആരൊക്കെ കമൻ്റ് ഇടുന്നു, ആരൊക്കെ ഫോർവേഡ് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഞാൻ പ്രശംസ ആഗ്രഹിക്കുന്നത് മനുഷ്യരിൽ നിന്നാണ്. എന്നാൽ അതിനെക്കുറിച്ചൊക്കെ ദൈവത്തിൻ്റെ വിലയിരുത്തൽ എന്താണ്? ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചെയ്യാനുള്ളതൊക്കെ നമ്മൾ വേഗത്തിൽ ചെയ്യണം, പ്രവർത്തിക്കാനുള്ളതൊക്കെ നമ്മൾ വേഗത്തിൽ പ്രവർത്തിക്കണം. അതിൻ്റെയൊക്കെ പ്രതിഫലം തരുന്നത് ദൈവമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓരോ പ്രശംസയും നമ്മൾ പറഞ്ഞല്ലോ നൈമിഷികമാണ്. മനുഷ്യന് മാക്സിമം എത്രമാത്രം പറയാൻ പറ്റും? നമ്മളൊരു നല്ല കാര്യം ചെയ്താൽ ചിലപ്പോൾ പ്രശംസിക്കേണ്ടവൻ വേണ്ട രീതിയിൽ പ്രശംസിക്കത്തില്ല. ചിലപ്പോൾ ആത്മാർത്ഥതയില്ലാത്ത കാര്യത്തിന് നമുക്കൊരുപാട് പ്രശംസ കേട്ടിട്ടുമുണ്ടാകും. അതുകൊണ്ട് തന്നെ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ചില കാര്യങ്ങളൊക്കെ മനുഷ്യൻ നമ്മളെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന്, അല്ലെങ്കിൽ നമ്മളെ അംഗീകരിക്കുന്നില്ല എന്ന്, നമ്മളുടെ നേരെ ദൃഷ്ടി ഉയർത്തുന്നില്ല എന്ന് നമ്മൾ പരാതിപ്പെടുമ്പോൾ ഒരു കാര്യം ചിന്തിച്ചോണം. ദൈവമേ, അനർഹമായ ഒരുപാട് ബഹുമതിയും മറ്റും ഞാൻ ഏറ്റുവാങ്ങിക്കഴിഞ്ഞു. മറ്റുള്ളവർക്ക് കിട്ടേണ്ട ഒരുപാട് നന്മകൾ ഞാൻ ഏറ്റുവാങ്ങി. മറ്റുള്ളവരുടെ ആശയങ്ങൾ ഞാൻ ഒരുപാട് ഉപയോഗിച്ചു. എൻ്റെ ആശയങ്ങൾ മറ്റുള്ളവർ ഉപയോഗിച്ചെന്നിരിക്കും. മറ്റുള്ളവർ എഴുതിയതും പഠിപ്പിച്ചതും കാണിച്ചു തന്നതും കഷ്ടപ്പെട്ട് നേടിയെടുത്തതും ഞാൻ വളരെ സിമ്പിളായി ഉപയോഗിക്കുന്നുണ്ട്. ആയതുപോലെ ഞാൻ കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്നത് മറ്റുള്ളവന് ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്.
മറ്റുള്ളവർ നട്ട മരങ്ങൾ, മറ്റുള്ളവർ കെട്ടിപ്പൊക്കിയ കെട്ടിടങ്ങൾ, ആരൊക്കെയോ കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങൾ, ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്നില്ലേ? എത്രയോ നാൾ പരീക്ഷണം നടത്തിയ റോൺജൻ എക്സ്റേ കണ്ടുപിടിച്ചത്, തോമസ് ആൽവ എഡിസൺ 1000-ലധികം പരീക്ഷണങ്ങൾ നടത്തിയ വൈദ്യുതി ബൾബ് കണ്ടുപിടിച്ചത്, കമ്പ്യൂട്ടർ കണ്ടുപിടിക്കാൻ ചാൾസ് ബാബേജ് എന്തുമാത്രം പരിശ്രമിച്ചു കാണും? എത്ര പരീക്ഷണ പറക്കുകൾക്ക് ശേഷമായിരിക്കും റൈറ്റ് സഹോദരന്മാർ ആദ്യത്തെ വിമാനം പറപ്പിച്ചത്? ഇതൊക്കെ നമ്മൾ സിമ്പിളായിട്ട് നേടുന്നില്ലേ? അതുകൊണ്ട് ഹൃദയത്തിൽ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എല്ലാറ്റിനും പ്രശംസ ആഗ്രഹിക്കരുത്. ദൈവം തരുന്ന പ്രശംസയ്ക്ക് വേണ്ടി കാത്തിരിക്കണം. മഹാസഭയിൽ എനിക്ക് പ്രശംസ ദൈവമേ നിങ്കിൽ നിന്ന് വരുന്നു. ദൈവമേ നീ എന്നെ പ്രശംസിച്ചാൽ എനിക്കതിലപ്പുറമായിട്ടൊന്നും വേണ്ട. നല്ലവനും വിശ്വസ്തനുമായൊരു ദാസ എന്നുള്ള ഒരു വിളി കേട്ടാൽ മതി. എൻ്റെ മകനെ എന്നുള്ളൊരു വിളി കേട്ടാൽ മതി. ആ വിളി കേൾക്കുവാനിടയായാൽ അതുതന്നെ ഭാഗ്യാവസ്ഥയാണ്. ഇഹത്തിലും പരത്തിലും എന്നെ തിരിച്ചറിയുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള സത്യം വലുതാണ്. മഹാസഭയിൽ എനിക്ക് പ്രശംസ നിങ്കിൽ നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ ഈ പ്രശംസ എന്ന് പറയുന്നതിന് അതിൻ്റെ ഗ്രീക്ക് വാക്കിൻ്റെ തത്തുല്യമായ ഒരു വാചകം പ്രശംസയെന്ന് മാത്രമല്ല, അതിനോട് ചേർന്ന് മഹാസഭയിൽ എന്നെ തിരിച്ചറിയുന്നവൻ ദൈവമേ നീ ആകുന്നു എന്നൊരർത്ഥം കൂടി ഇതിനുണ്ട്. പ്രശംസ നിങ്കിൽ നിന്ന് വരുന്നു, മഹാസഭയിൽ എന്നെ തിരിച്ചറിയുന്നവൻ ദൈവമേ നീ ആകുന്നു. പലപ്പോഴും നമ്മളുടെ കമ്മ്യൂണിറ്റി വിട്ട് കഴിഞ്ഞാൽ നമ്മളെ ആർക്കും തിരിച്ചറിയണമെന്നില്ല. നമ്മൾ പോകുന്ന മേഖലയിലൊക്കെ നമ്മളെ അറിയുന്നവരാരെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ നോക്കും. വലിയ നേതാക്കന്മാരെ പോലെയോ സാമൂഹ്യ പ്രവർത്തകരെ പോലെയോ ഒന്നും നമുക്ക് പേരും പെരുമയൊന്നും കാണത്തില്ല. പക്ഷെ ഒരു മഹാസഭയിൽ എൻ്റെ പേരും എൻ്റെ അഡ്രസ്സും തിരിച്ചറിയുന്നൊരു ദൈവമുണ്ട്. വിദ്യ കുറവാണെങ്കിലും അറിവ് കുറവാണെങ്കിലും എന്നെ തിരിച്ചറിയുന്നൊരു ദൈവമുണ്ട്. ഞാൻ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ജീവിക്കുന്നവനാണെങ്കിലും എന്നെ തിരിച്ചറിയുന്ന ദൈവമുണ്ട്. നാലാങ്കൽ കൃഷ്ണപിള്ള മനുഷ്യനെക്കുറിച്ച് പാടിയത്, മനുഷ്യജന്മത്തെക്കുറിച്ച് പാടിയത് അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്ന് തിരിയുന്ന മർത്യൻ കഥയെന്ത് കണ്ടു. ഈ വിശാലമായ ലോകത്ത്, അവർണ്ണനീയമായ ലോകത്ത്, അജ്ഞാതമായ ലോകത്തിൻ്റെ ഏതോ ഒരു കോണിൽ ഒരു മൂലയ്ക്കിരുന്ന് വെറുതെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മർത്യൻ എന്ത് കഥയാണ് കാണുന്നത്? തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. സങ്കീർത്തനം തന്നെ പറയുന്നു, നീ ഉണ്ടാക്കിയ സൂര്യനെയും ചന്ദ്രനെയും നോക്കുമ്പോൾ, ആകാശത്തെയും ഭൂമിയെയും നോക്കുമ്പോൾ, ദൈവമേ മനുഷ്യനെ നീ ഓർക്കാൻ അവൻ എന്തുമാത്രം. മഹാസഭയിൽ എനിക്ക് പ്രശംസ നിങ്കിൽ നിന്ന് വരുന്നു എന്നുള്ളതിൻ്റെ പരിഭാഷയുടെ ഭാഗമായി ഞാൻ പറഞ്ഞു, മഹാസഭയിൽ എന്നെ അറിയുന്നത് എൻ്റെ ദൈവമാണ്, എന്നെ തിരിച്ചറിയുന്നത് എൻ്റെ ദൈവമാണ്. മഹാസഭയിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. എന്നേക്കാൾ പേരും പെരുമയുമുള്ളവരുണ്ട്, അല്ലേ പ്രിയപ്പെട്ടവരെ? നമ്മളെക്കാൾ പേരുള്ള ഒത്തിരി പേരില്ലേ? പെരുമയുള്ള ഒത്തിരി പേരില്ലേ? നമ്മളൊക്കെ ചില മേഖലകളിൽ ചെല്ലുമ്പോൾ സ്വയമായിട്ടങ്ങ് മാറിപ്പോവല്ലേ ചെയ്യുന്നത്. എന്നെ ആരും അറിയത്തില്ല, അതുകൊണ്ട് മുമ്പോട്ട് പോകുന്നില്ല. സമ്പത്തില്ല, അറിവില്ല, അതുകൊണ്ട് നിശബ്ദരായിട്ടിരിക്കുന്നു. നല്ല കടകളിൽ നിന്ന് സാധനം വാങ്ങാൻ നമുക്ക് പറ്റുന്നില്ല. നമ്മളുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് മറ്റു ചിലർ ചെയ്യുന്നത് പോലെ വിനോദയാത്രയ്ക്ക് പോകാൻ പറ്റുന്നില്ല. നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നില്ല. നല്ല വസ്ത്രമില്ല. അങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും പരാതിപ്പെടും. പക്ഷേ ദൈവം എന്നെയും നിങ്ങളെയും തിരിച്ചറിയും. ദൈവം എന്നെയും നിങ്ങളെയും പേര് ചൊല്ലി വിളിക്കും. കടന്നുവാ, കടന്നുവാ, യേശു നിന്നെ വിളിക്കുന്നു. ലോകത്തിൻ്റെ ഭാരം ചുമക്കുന്ന തമ്പുരാൻ കടന്നുവാ എന്ന് പറഞ്ഞ് നമ്മളെ വിളിക്കുന്നു. ഒരു വലിയ സമൂഹത്തിൽ നിൽക്കുമ്പോൾ
പ്രധാനപ്പെട്ട ഒരാൾ നമ്മളെ പേര് ചൊല്ലി വിളിച്ചാൽ നമുക്കുണ്ടാകുന്ന ഒരു അഭിമാനമുണ്ടല്ലോ, അത് വലുതാണ്. നമുക്ക് വളരെ സ്നേഹമുള്ള ഒരു വ്യക്തി നമ്മളെ കണ്ട് മിണ്ടാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന വിഷമവും വലുതാണ്. മഹാസഭയിൽ എനിക്ക് പ്രശംസ ദൈവമേ നിങ്ങളിൽ നിന്നാണ് വരുന്നത്. മഹാസഭയിൽ എന്നെ തിരിച്ചറിയുന്നവൻ നീയാകുന്നു. എന്നെ അറിയാവുന്നവർ, അതിൽ മറ്റൊരു കാര്യം കൂടിയാണ് വെളിവാക്കുന്നത്. എന്നെ അറിയാവുന്ന ഒത്തിരി പേര് ഉണ്ടെന്ന് ഞാൻ അഭിമാനിച്ചിരുന്നു. അവർക്കെന്നെ അറിയാം. ഞാൻ അവർക്ക് നന്മ ചെയ്തിട്ടുണ്ട്. ഞാനവിടെ പോയിട്ടുണ്ട്. അവരുമായിട്ട് കുടുംബ ബന്ധമുണ്ട്. അവരുടെ കൂടെ പഠിച്ചതാണ്. അവരോടൊപ്പം യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ലോകമാകുന്ന മഹാസഭയിൽ അങ്ങനെയുള്ളവരൊന്നും നമ്മുടെ നേരെ ചിലപ്പോൾ ദൃഷ്ടി ചായ്ച്ചെന്ന് വരത്തില്ല. അങ്ങനെയുള്ളവർ ചിലപ്പോൾ പുഞ്ചിരിച്ചെന്നും വരത്തില്ല. കാണാതെ പോയെന്നും വരും. സാധു കൊച്ചുകുഞ്ഞുപദേശി പാടിയതുപോലെ, ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ, എന്നാലെനിക്കൊരു സഹായകൻ വാനിൽ ഉണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ, എന്നാലെനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ, എൻ്റെ ദൈവം സ്വർഗ സിംഹാസനം തന്നിൽ എന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. മഹാസഭയിൽ എനിക്ക് പ്രശംസ നിങ്കിൽ നിന്ന് വരുന്നു. അതെ, ഇഹലോകത്തിലെയും പരലോകത്തിലെയും മഹാസഭയിൽ എൻ്റെ പ്രശംസ ദൈവമാണ്. എൻ്റെ ദൈവത്തിൻ്റെ പ്രശംസയെ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എൻ്റെ ദൈവം എന്നെക്കുറിച്ച് എന്തു പറയുന്നു എന്നറിയാൻ താല്പര്യമുണ്ട്. ലോകം പ്രശംസിക്കേണ്ട സമയത്ത് പോലും പ്രശംസിച്ചെന്ന് വരത്തില്ല. വീണ്ടും ഞാൻ പറഞ്ഞു, മഹാസഭയിൽ പ്രശംസ ദൈവമേ നിങ്കിൽ നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ, മഹാസഭയിൽ പ്രശംസ എന്നുള്ള വാക്കിൻ്റെ തത്തുല്യ മലയാളമായി തിരിച്ചറിവെന്നൊരു പദം കൂടിയുണ്ട്. മഹാസഭയിൽ എന്നെ അറിയുന്നവൻ നീയാകുന്നു. ഈ ലോകമാകുന്ന മഹാസഭയിൽ വലിയ മിടുക്കന്മാരുടെ ഇടയിൽ, സമർത്ഥന്മാരുടെ ഇടയിൽ ഞാൻ ഒന്നുമല്ല, എനിക്കൊന്നുമില്ല എന്നൊക്കെ ഞാൻ പരിതപിക്കുമ്പോഴും ദൈവം എന്നെ തിരിച്ചറിയുന്നുണ്ട്. ഞാൻ അറിയുന്നവരും എന്നെ അറിയുന്നവരും അറിയത്തില്ല എന്ന് പറഞ്ഞ് കാണാത്ത ഭാവത്തിൽ പോകുമ്പോഴും ദൈവം എന്നെ തിരിച്ചറിയുന്നുണ്ട്. ഈ ലോകത്തിലെ ഒരുപാട് പേര് എന്നെ പുകഴ്ത്തിയില്ലെങ്കിലും തിരിച്ചറിഞ്ഞില്ലെങ്കിലും എൻ്റെ പിതാവായ ദൈവമുണ്ടെന്നുള്ള അറിവ് എനിക്കൊരു വലിയൊരു ചിന്താധാരയാണ് നൽകുന്നത്. മഹാസഭയിൽ എനിക്ക് പ്രശംസ നിന്നിൽ നിന്ന് വരുന്നു. വീണ്ടും അതിനൊരു വ്യാഖ്യാനം കൂടിയുള്ളത്, ഈ മഹാസഭയിൽ എന്നെ തിരിച്ചറിയുവാനും എനിക്ക് മൂല്യം നൽകുവാനും എൻ്റെ ദൈവമുള്ളപ്പോൾ ഞാൻ തിരിച്ചറിയാതെ പോയ, കാണാതെ പോയ അനേകം വ്യക്തിത്വങ്ങളുണ്ട്. എൻ്റെ തിരക്കേറിയ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും പലരെയും മറന്നുപോയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, സത്യമല്ലേ? എത്ര പേരെ നമ്മൾ മറന്നുപോയി. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ശ്രദ്ധിച്ചോണം. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒന്ന് വിളിച്ചിട്ട് എത്ര ദിവസമായെന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഒന്ന് ഫോൺ ചെയ്തിട്ട്, ഒന്ന് കാണാൻ പോയിട്ട് എത്ര ദിവസമായി? നിങ്ങൾ നന്മ പറയേണ്ടവർ ഒത്തിരി പേരുണ്ടായിരുന്നു. പക്ഷേ പറയേണ്ട നന്മ പറയാതെയും പറയേണ്ടാത്ത തിന്മ പരത്തുകയും ചെയ്യുന്ന അനുഭവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? നമ്മളൊക്കെ ചിന്തിച്ചോണം. ദൈവത്തിൽ നിന്ന് എനിക്ക് പ്രശംസ വരുമ്പോൾ ഞാൻ എത്ര പേരെ പ്രശംസിക്കുന്നു? പ്രശംസിക്കേണ്ടാത്തവരെ പ്രശംസിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യസാധ്യത്തിനല്ലാതെ മറ്റൊന്നിനുമല്ല. കേൾക്കരുതാത്തതും പറയരുതാത്തതുമായ പ്രശംസ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലായാലും പൊതുജീവിതത്തിലാണെങ്കിലും ഒക്കെ ഇതല്ലേ തെളിവാകുന്നത്. നമ്മളിടുന്ന പല വാക്കുകളും പലരെയും പ്രശംസിക്കേണ്ട, നമ്മൾ ജീവിതം തകർക്കുന്ന വാക്കുകളല്ലേ പറയുന്നത്, എഴുതി വിടുന്നത്. നിസ്സാരനായവനൊരു പടമിട്ടാൽ
അവൻ്റെ ഒരു കലാസൃഷ്ടി പ്രകടിപ്പിച്ചാൽ, അവനൊരു വ്ലോഗ് ചെയ്താൽ, ഒരു പണിയുമില്ലെങ്കിലും ഒരു കാര്യവുമില്ലെങ്കിലും അതിൽ കയറി ഒന്ന് മാന്താതെ പോകാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. നമ്മളുടെ ഒരു സ്വഭാവമായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു വ്യക്തി എടുക്കുന്ന ഒരു എഫർട്ടിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. ഒരുവൻ കഷ്ടപ്പെട്ടൊരു സിനിമ പിടിക്കുന്നു, ആരോ എവിടെയോ എന്തോ പറഞ്ഞത് കേട്ട് നാളെ അതിനെതിരെ റിവ്യൂ എഴുതുകയാണ്. ഒരുവനൊരു പുസ്തകം ഇറക്കി, അത് വായിക്കുന്നതിനും കാണുന്നതിനും മുൻപ് ഇന്ന വ്യക്തിയാണ് ഇറക്കിയെന്നുള്ള രീതിയിൽ അതിനെ നമ്മൾ എതിർക്കുകയാണ്. ഒരു രാഷ്ട്രീയക്കാരൻ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ മുൻഗതിയും പിൻഗതിയും നോക്കാതെ അതിനെ കഠിനമായി വിമർശിക്കുകയാണ്. ഒരുവൻ നന്മ ചെയ്യാൻ തയ്യാറെടുക്കുമ്പോൾ അവൻ അഴിമതിക്കാരനാണെന്ന് മുൻപേ നിന്നങ്ങ് വിളിച്ചു പറയുകയാണ്. ഒരുവനൊരു ജീവകാരുണ്യ പ്രവർത്തനം നടത്തുമ്പോൾ അകാരണമായിട്ട് അതിനെ നിന്ദിക്കുകയാണ്. ഇന്നത്തെ ലോകത്തിൻ്റെ ഗതി അതാ പ്രിയമുള്ളവരെ. നമ്മളൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം മൂന്നാമത്തെ തലത്തിൽ ഞാൻ പറഞ്ഞ കാര്യം ഇതാ, മഹാസഭയിൽ പ്രശംസ ദൈവത്തിൽ നിന്ന് വരുന്നു, എനിക്ക് വരുന്നുണ്ട്. അത് ദൈവം തരണമെന്നുണ്ടെങ്കിൽ നാമും ചിലരെയൊക്കെ പ്രശംസിച്ചേ പറ്റത്തുള്ളൂ. മുമ്പേ പറഞ്ഞു, നാമും ചിലരെയൊക്കെ തിരിച്ചറിഞ്ഞേ പറ്റത്തുള്ളൂ. എന്നെ എൻ്റെ ദൈവം വലിയ സഭയിൽ, ഈ ലോകമാകുന്ന മഹാസഭയിൽ, വലിയ തിരക്കിനിടയിൽ, ഉന്നതന്മാരുടെ ഇടയിൽ ദൈവം എന്നെ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ഞാനും ചിലരെ തിരിച്ചറിയണം. അവർ സമ്പന്നരോ പ്രതാപികളോ ആയിട്ടൊന്നുമല്ല, മിടുക്കന്മാരും മിടുക്കികളുമായിട്ടുമല്ല, സുന്ദരന്മാരും സുന്ദരികളുമായിട്ടല്ല. നമ്മൾക്കൊക്കെ മറവി ബാധിച്ചിരിക്കുകയാണ്. കൂടെ പഠിച്ചവരെയൊക്കെ മറന്നുപോയി, യാത്ര ചെയ്തവരെ മറന്നുപോയി, സഹായിച്ചവരെ മറന്നുപോയി, ബന്ധത്തിൽപ്പെട്ടവരെ മറന്നുപോയി, തലമുറകളെ ഉപേക്ഷിച്ചു. ഒരു തിരിച്ചുവരവിൻ്റെ തലത്തിലേക്ക് വരണം. മഹാസഭയിൽ പ്രശംസ നിങ്ങൾ നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ, മഹാസഭയിൽ എൻ്റെ ദൈവം എന്നെ തിരിച്ചറിയുന്നു എന്ന് പറയുന്നത് പോലെ ഈ ലോകത്തെക്കുറിച്ച് നമുക്കൊരു തിരിച്ചറിവുണ്ടാകണം. നന്മതിന്മകളെക്കുറിച്ച് ഒരു തിരിച്ചറിവുണ്ടാകണം. ശമവോൻ തൻ ഭവനേ വന്ന പാപി സ്ത്രീ പോലിരുതുള്ളി കണ്ണീർ കണ്ടൻ മേൽദയ തോന്നണമേ, ഹസിക്കരുതേ എന്നെ വൈരി തേറും നരരിൽ ദൂതന്മാർ പ്രീതന്മാരായി തീർന്നിവ ചൊല്ലട്ടെ. അനുതാപികളിൽ തൻ വാതിൽ രപകലിങ്ങു തുറന്നിടും. ഹല്ലേലൂയ നാഥാസ്തുത്യന്നേ. മഹാസഭയിൽ എനിക്ക് പ്രശംസ നിന്നിൽ നിന്ന് വരുന്നു. അവൻ്റെ ഭക്തന്മാർ കാണെ ഞാൻ എൻ്റെ നേർച്ചകളെ അർപ്പിക്കും. സങ്കീർത്തനക്കാരൻ തുടർന്ന് പറയുകയാണ്, മഹാസഭയിൽ എനിക്ക് പ്രശംസ ദൈവമേ നിങ്ങളിൽ നിന്ന് വരുന്നു. നിന്റെ ഭക്തന്മാർ കാണെ ഞാൻ എൻ്റെ നേർച്ചകളെ അർപ്പിക്കും. ആർക്കർപ്പിക്കും എന്നാണ് പറയുന്നത്? ദൈവത്തിന് അർപ്പിക്കും. അതായത് അവൻ്റെ ഭക്തന്മാർ കാണെ നേർച്ചകൾ അർപ്പിക്കും. ഇന്ന് നേർച്ചകൾ എല്ലാ സമൂഹത്തിലുമുണ്ട്. ദശാംശങ്ങൾ കൊടുക്കുന്നുണ്ട്, സംഭാവനകൾ കൊടുക്കുന്നുണ്ട്, പേരിനും പെരുമയ്ക്കുമായിട്ട് കൊടുക്കുന്നുണ്ട്, പരസ്യം ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാൽ അവൻ്റെ ഭക്തന്മാർ കാണുക ഞാൻ എൻ്റെ നേർച്ചകളെ അർപ്പിക്കും. അറിയേണ്ടവരറിഞ്ഞാൽ മതി, മനസ്കർ അറിഞ്ഞാൽ മതി. എൻ്റെ ചില നേർച്ചകളൊക്കെ ഉണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ ഭക്തന്മാർ കാണുക അർപ്പിക്കേണ്ട നേർച്ചകളുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ ഭക്തന്മാർ എന്ന് പറയുന്നത് നിറവുള്ളവർ, നിർമ്മലന്മാർ, വീണുപോയിട്ടും പശ്ചാത്താപത്തിലൂടെ കടന്നു വരുന്നവർ, നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, അവരോട് ചേർന്ന് ചില നേർച്ചകളെ അർപ്പിക്കണം. എന്ത് നേർച്ചകളാണ് അർപ്പിക്കുന്നത്? നൈർമല്യത്തിൻ്റെ നേർച്ചകൾ, കരുതലിൻ്റെ നേർച്ചകൾ. നേർച്ചപ്പെട്ടിയിൽ പൈസ ഇടുന്നത് മാത്രമല്ല നേർച്ച.
സമയത്തിൻ്റെ നേർച്ച, അനുഭവങ്ങളുടെ നേർച്ച, ബുദ്ധിശക്തിയുടെ നേർച്ച, പഠനത്തിലെ നേർച്ച, ജോലികാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ചെയ്യാവുന്ന നന്മകളിലൂടെയുള്ള നേർച്ച, ഒരുവനെ വീണ്ടെടുക്കുന്നതിലൂടെ സന്നിവേശിപ്പിക്കുന്ന പ്രത്യാശയുടെ നേർച്ച, ഇതൊക്കെ അർപ്പിക്കണം. അവൻ്റെ ഭക്തന്മാർ കാണുക. ഭക്തന്മാരെ സൃഷ്ടിക്കണം, ഭക്തന്മാരോടൊപ്പമാകണം, അനീതിയുള്ളവനിലും ഭക്തി നിറയ്ക്കണം. എൻ്റെ ജീവിതമാകുന്ന നേർച്ച അവൻ കണ്ട് അവനും നേർച്ച അർപ്പിക്കാൻ ഇടയാകണം. എൻ്റെ ദൈവത്തിന് കാശി അർപ്പിക്കാൻ ഇടയാകണം. കണ്ണുനീർത്തുള്ളിയാകുന്ന പശ്ചാത്താപമാകുന്ന നേർച്ചകൾ, വിനയജീവിതമാകുന്ന നേർച്ചകൾ, ആത്മജ്ഞാനമാകുന്ന നേർച്ചകൾ, പൂർണ്ണ സമർപ്പണത്തിൻ്റെ നേർച്ചകൾ, ഇതൊക്കെ അർപ്പിക്കണം. ഭക്തന്മാരോട് ചേർന്നുള്ള നേർച്ചയർപ്പണം. അഭക്തരോടൊപ്പമുള്ള നേർച്ചയല്ല, കാപട്യത്തിൻ്റെ നേർച്ചയല്ല, പേരിനും പെരുമയ്ക്കുമുള്ള നേർച്ചയല്ല, നേർച്ച എന്ന വാക്കിലൂടെ നമ്മൾ സംവേദിപ്പിക്കുന്ന നേർച്ചയല്ല, അതിനേക്കാളൊക്കെ ഉപരി ആത്മശരീര മനസ്സുകളാം എന്നോടെ തിരുമുൽക്കാശകളെ ശോഭ കലർന്ന വിളക്കുകളായി ഞാൻ കത്തിപ്പാറാകണമേ. യഥാർത്ഥ കുറുപ്രാവിനെ പോലെ, പ്രാവിൻ കുഞ്ഞിനെ പോലെയുള്ള നേർച്ച അർപ്പണം. ഈ നേർച്ച അർപ്പിക്കുമ്പോൾ അതിന് വേദനകളൊക്കെ ഉണ്ട്. അത് ഹൃദയത്തിൽ തൊട്ടുള്ള ഒരു അനുഭവമാണ്. യഥാർത്ഥ സംസാരവും യഥാർത്ഥ പുഞ്ചിരിയും യഥാർത്ഥ സംവേദനവും യഥാർത്ഥ നന്മകളും ഉൾക്കൊള്ളുന്ന നേർച്ച. ആ ഒരു നേർച്ചാർപ്പണം നമ്മൾക്കുണ്ടാകണം. ആ ഒരു ആരാധനാർപ്പണം നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് ഒരു ചിന്തകൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്: ഈ ലോകത്തിലെല്ലാവരും ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഒരേ പ്രാർത്ഥന, ഒരേ യാചന, ഒരേ മനസ്സോടെ എപ്പോൾ അർപ്പിക്കാനിടയാകും. ഒരേ രീതിയിൽ, ഒരേ മനസ്സോടെ, ഒരേ ആഗ്രഹത്തോടെ, സർവ്വനന്മയോടെ എന്നൊരു ബലി അർപ്പിക്കും. മരമെന്ന് പറയുമ്പോൾ വെറും മരമെന്ന് ചിന്തിക്കേണ്ട. ദൈവസ്നേഹമാകുന്ന ആ മരത്തിൻ്റെ കീഴിൽ യഥാർത്ഥ നേർച്ചാർപ്പണങ്ങൾ അർപ്പിക്കുന്ന നിഷ്കളങ്ക സമൂഹമായി തീരുവാൻ, ലോകമൊന്നാണെന്നും സഹോദരങ്ങൾ ഒന്നാണെന്നും ചിന്തിക്കുന്ന അനുഭവത്തിൽ വളരുവാൻ ദൈവം സഹായിക്കട്ടെ. ദൈവം തന്നെ വലങ്കരങ്ങൾ നീട്ടി നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.